അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കാഫ് അക്കാഡമി 5 മുതൽ 10 വരെ വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫ്രീ ആയി സംഘടിപ്പിക്കുന്ന സ്വലാ ഹാബിറ്റ് ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും സ്വാഗതം. നമ്മൾ നേരത്തെ അറിയിച്ചതുപോലെ കുട്ടികളിൽ നിസ്കാരം ശീലമാക്കാൻ മനഃശാസ്ത്രപരമായി എങ്ങനെ ഇടപെടാം എന്നത് പരിശോധിക്കുകയാണ്. ഒപ്പം ഒരു പ്രോഗ്രാം, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് കൂടെയാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. കാഫ് അക്കാഡമി എന്ന് പറയുന്നത് കുട്ടികളിൽ ഈ നിലക്ക് ശീലങ്ങൾ വളർത്താൻ വേണ്ടി അതിന് അധ്യാപനങ്ങൾ കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. ഏതായാലും എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ മക്കൾ നിസ്കരിക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇത് ഇക്കാലം തുടങ്ങിയൊന്നുമല്ല കേട്ടോ. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായി സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത് വമിൻ ദുർരിയത്തി റബ്ബന വതഖബ്ബൽ ദുആ, എന്നെ നീ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ, അതുപോലെ തന്നെ വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും നീ സന്താനങ്ങളെയും നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേന്ന്. ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലുള്ള രക്ഷിതാക്കൾക്കൊക്കെ നമ്മുടെ കുട്ടികൾ നിസ്കരിക്കുന്നവരാകണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മൾ സ്ഥിരം പറയാറുള്ള ചില പരാതികളാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നിസ്കരിക്കാൻ എത്ര പറയണമെന്നറിയോ? ഇത് പറയാത്തവരാരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ പിന്നാലെ നടക്കണം എന്നാലേ നിസ്കരിക്കുള്ളൂ എന്ന് പല രക്ഷിതാക്കളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഭയങ്കര മടിയാണ് നിസ്കരിക്കാൻ, ബാക്കിയൊക്കെ ഓക്കെയാണ്, നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ ഇതൊരു ചില ടെസ്റ്റിമോണിയൽസായി നമ്മൾ എടുത്തതാണ്. ഇതുപോലെ പല പരാതികളും രക്ഷിതാക്കളിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, പരാതികളല്ല, നമ്മളിവിടെ സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പരാതികളുള്ള രക്ഷിതാക്കൾ എന്താകും, നിർഭാഗ്യവശാൽ നമ്മൾ കൊടുക്കുന്ന ശിക്ഷണങ്ങൾ, നമ്മൾ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ തിരിച്ചടിക്കുന്നതാണ്. നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കിനെ തിരിച്ചടിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ് വളരെ പെട്ടെന്ന് നോക്കാം. നമ്മളടക്കമുള്ള രക്ഷിതാക്കൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പറയും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. നമ്മൾ അവരോട് പറയും ഫോൺ തരൂല എന്ന് നമ്മൾ പറയും. ഫോൺ പിടിച്ചു വാങ്ങി വെക്കുക, അവർക്ക് വേണ്ടത് അതായിരിക്കും, അത് നമ്മൾ കൊടുക്കില്ല എന്ന് പറയും. ഫോണിൽ കളിക്കാൻ സമ്മതിക്കാതിരിക്കും. പിന്നെ നമ്മൾ പറയും കളിക്കാൻ പോണ്ട, അസംസ്കരിച്ചില്ലല്ലേ എന്നാൽ കളിക്കാൻ പോണ്ട, അവരുടെ കളി നമ്മൾ ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയും നിസ്കരിക്കാതെ ഭക്ഷണം തരൂല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരു തവണ ഒന്ന് പറയുന്നതിനെ കുറിച്ചല്ല കേട്ടോ. നമ്മുടെ കുട്ടികൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പല രക്ഷിതാക്കളും എന്താക്കാറുള്ളത്. അവരെ നല്ല അർത്ഥത്തിലാണ്, പൂർണ്ണമായും ഇഖ്ലാസോടുകൂടെ തന്നെയാണ് നമ്മൾ പറയും. ഇൻറ്റൻഷൻ ഈസ് വെരി ക്ലിയർ. അവർ നന്നാകണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് എന്തോ നഷ്ടം തോന്നട്ടെ എന്ന് കരുതി നമ്മളിതൊക്കെ ബ്ലോക്ക് ചെയ്യും. ആക്ച്വലി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നേരെ കൗണ്ടറായ ഒരു സംഗതിയാണ് സംഭവിക്കുക. കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഇത് ശരിക്കും കുട്ടികൾക്ക് നിസ്കാരത്തോട് മനസ്സ് ഇഷ്ടം ഉണ്ടാക്കുകയാണോ ചെയ്യുക, അതല്ല നിസ്കാരത്തോട് മനസ്സുകൊണ്ട് കുട്ടികൾ അകൽച്ചയാണോ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കളിക്കാൻ വിടുന്നില്ല, പണ്ടാരം കളിക്കാൻ പോകാത്തത് എന്തുകൊണ്ടാണ്, കഴിയാത്തത് എന്തുകൊണ്ടാണ്, നിസ്കരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിസ്കരിക്കാത്തത് വലിയൊരു പ്രയാസമാണ് അവർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് കുട്ടികളിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മളിവിടെ ശ്രമിക്കുന്നത് നിസ്കാരത്തോട് ആവേശം ഉണ്ടാക്കണം, കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാകണം. അതിന് അവരുടെ മനഃശാസ്ത്രം അനുസരിച്ച് ഈ കാര്യം അവരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാഫ് അക്കാഡമി അതിൻ്റെ പ്രോഗ്രാമുകളിൽ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 to 8 കുട്ടികൾക്ക്, അതിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളിൽ ശീലം ഉണ്ടാക്കാൻ, ഇഷ്ടമുണ്ടാക്കാനുള്ള സംഗതികൾക്കനുസരിച്ചാണ് നമ്മളെല്ലാ പ്രോഗ്രാമും എന്താക്കാറുള്ളത്, നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. ഇവിടേക്ക് വന്നാൽ ഈ സ്വലാ ഹാബിറ്റ് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഇഷ്ടത്തോടുകൂടെ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അത് ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്, കുട്ടികൾ എപ്പോഴും ഈഗോ സെൻട്രിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇത് ജോൺ പാഷെ എന്ന് പറയുന്ന, ഇത് ചിലപ്പം ഒരു നമ്മുടെ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെയല്ല വായിക്കുക, പലരും പലതായിരിക്കും വായിക്കുക. ഏതായാലും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, ദ ചൈൽഡ് ഈസ് ഈഗോ സെൻട്രിക്, ഹി തിങ്സ് ഓൺലി ഫ്രം ഹിസ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫെയിൽസ് ടു ടേക്ക് ദ പെർസ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്. കുട്ടികൾ ഈഗോ സെൻട്രിക് ആയിരിക്കും. അവർ മനസ്സിലാക്കുന്നത് എല്ലാം അവർക്ക് അവരുടെ കണ്ണോട്, അവരുടെ ലോകത്തൂടെ മാത്രമേ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുട്ടിയോട് വളരെ സ്നേഹത്തോടുകൂടെ
ഇനി ഉപ്പാക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാന്ന് വെച്ചാൽ, അപ്പോൾ അവൻ എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതന്നെയാണ് ഉപ്പക്ക് കൊടുക്കുക എന്നാണ് അവൻ പറയാം. കാരണം അവൻ്റെ മനസ്സിൽ അതാണ് ലോകത്ത് വലിയ ഒരു ഗിഫ്റ്റ് എന്നാണ് അവർ മനസ്സിലാക്കുക. എല്ലാം അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ അവർ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒന്നും ഒരു 5 to 10 അല്ലെങ്കിൽ 7 to 8 വർക്ക് ചെയ്യില്ല. നമ്മൾ പറയാണ് ഉപ്പന്നെ എത്ര സ്നേഹത്തോടാണ് നോക്കണത്, അതൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. കാരണം അവർ മനസ്സിലാക്കുന്നത് ഉപ്പ എന്തിനാണ്, എനിക്ക് സാധനങ്ങൾ വാങ്ങിത്തരാൻ, എന്നെ നോക്കാനാണ് ഉപ്പയും ഉമ്മയും. അങ്ങനെ എല്ലാം എനിക്ക് വേണ്ടതാണ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കുട്ടികൾക്ക് നോക്കിക്കാണാൻ പറ്റുക. അതാണ് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അള്ളാഹു ശിക്ഷിക്കും എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹു ശിക്ഷിക്കും, പക്ഷേ കുട്ടികളെ നമ്മൾ പേടിപ്പിക്കുകയാണ് ചെയ്യുക പലപ്പോഴും. അത് നിസ്കാരത്തോട് ഈഗോ സെൻട്രിക് മെൻറ്റാലിറ്റി ഉള്ള ഒരു കുട്ടിയോട് നമ്മൾ പറയാണ് അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ പിന്നോട്ട് നിൽക്കാനാണ് അവർ ശ്രമിക്കുക. എന്നാൽ അതേസമയം നിസ്കരിച്ചാൽ അള്ളാഹുവിന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ പറഞ്ഞാലോ, നിസ്കരിച്ചാൽ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാലോ, അപ്പോൾ അവൻക്കെന്തോ കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത് കുട്ടികൾ. ഇതൊരു ജനറൽ പെർസ്പെക്റ്റീവാണ്. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മനഃശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ശീലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും അത് വർക്കൗട്ടാവും, അത് നിലനിൽക്കുകയും ചെയ്യും. അതിനാണ് ഈ ഹാബിറ്റ് ഫോർമേഷനിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 7 വയസ്സായാൽ നിസ്കരിക്കാൻ ആരംഭിക്കുന്ന നമ്മൾ ആഘോഷിക്കുന്ന ചിത്രം നമ്മൾ ചിന്തിച്ച് നോക്കൂ. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന അറിയാം, കുട്ടികൾ നിസ്കരിക്കാൻ പിന്നെ ചെറുപ്പം മുതലേ അവരുടെ തൊട്ട് മുകളിലുള്ള അവരുടെ എൽഡർ സിസ്റ്റർ ബ്രദറൊക്കെ ഉള്ളൊരു വീട്ടിലെ എക്കോ സിസ്റ്റത്തിൽ അവരെപ്പോഴും കാണുന്നതായിരിക്കും, നിസ്കരിക്കാൻ ഉമ്മ നിർബന്ധിപ്പിക്കുന്നു, നിസ്കരിക്കാൻ താല്പര്യമില്ലാത്ത മുതിർന്ന കുട്ടികൾ നിസ്കരിക്കുന്നു. ഇത് കണ്ടാണ് കുട്ടികൾ വളരാം. അപ്പോൾ അവരുടെ മനസ്സിൽ അത് ഒരു ഡിസ്റ്റർബിംഗ് ആണ് എന്നതാണ് അവരുടെ മനസ്സിലുണ്ടാകുക. എന്നാൽ അതേസമയം നമ്മളൊന്ന് നേരെ മറിച്ച് ചിന്തിച്ച് നോക്കൂ. നമ്മൾ കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുന്നതിന് മുമ്പ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തുറക്കുന്നത് വരെയുള്ള സമയം അവരതിന് പ്രിപ്പയർ ചെയ്യിക്കും. ബാഗ് വാങ്ങിക്കൊണ്ടുവരും, കുട വാങ്ങിക്കൊണ്ടുവരും, യൂണിഫോം വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് എങ്ങനെ എക്സൈറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ വാരി വിതറി കൊടുക്കും. നാളെ മുതൽ സ്കൂൾ പോകാൻ തുടങ്ങുകയാണ് അല്ലേ, ആ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുന്നത്. അതും നിസ്കരിക്കുക എന്നുള്ളതോ ഈ തമ്മിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസാണ്. നമ്മൾ ആലോചിക്കും, 7 വയസ്സാകുന്നതോടുകൂടെ ഇസ്ലാമികമായി കുട്ടികൾ നിസ്കരിച്ച് തുടങ്ങണം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് 7 വയസ്സാകുന്ന മുമ്പ് തന്നെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ കുപ്പായൊക്കെ വാങ്ങി, ആൺകുട്ടിയാണെങ്കിൽ മുസല്ലൊക്കെ വാങ്ങി അല്ലേ, പിന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇടാനാണ് എന്ന് പറഞ്ഞൊരു ചെരുപ്പൊക്കെ വാങ്ങി, മുട്ടിനപ്പുറമുള്ള ഒരു പാൻറ്റ് വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുത്തിട്ട് 7 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിക്കാനൊക്കെ പോകാനുള്ളതാണ്, അപ്പോൾ ഉള്ള ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞ് 2 പാൻറ്റൊക്കെ വാങ്ങി അങ്ങനെ നിസ്കരിക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസത്തെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് കൊണ്ടുവന്നാലോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അതിൻ്റെ വ്യത്യാസങ്ങൾ. അത് നമുക്ക് പിന്നെ എന്താകാം, നമുക്ക് പ്രാക്ടിക്കലാക്കാം. ഇവിടെ ഇനി വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വളരെ സ്പെസിഫിക്കായി വന്നാൽ ഹാബിറ്റ് ഫോർമേഷൻ ആണ്. നമ്മൾ നിസ്കാരം കുട്ടികളിൽ ശീലിപ്പിക്കാൻ മനഃശാസ്ത്രപരമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളിൽ ഒന്ന് പിക്ക് ചെയ്ത് അത് വെച്ച് കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ ഹാബിറ്റ് ക്രിയേഷൻ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മനഃശാസ്ത്രത്തിലെ പലതിലും ഒരു തിയറിയാണ് RRR തിയറി. RRR തിയറി അല്ലെങ്കിൽ RRR തിയറി എന്ന് പറയും. എന്താ RRR തിയറി? റിമൈൻഡർ. ഒരു R എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. കുട്ടികൾക്ക് നിസ്കരിക്കാൻ ഏത് കാര്യമാണെങ്കിലും അത് ചെയ്യണമെന്നുള്ള ഒരു റിമൈൻഡർ ഉണ്ടാവും. അത് വെർബലി മാത്രമല്ല വേണ്ടത്, വിഷ്വലി വേണം. അങ്ങനെ പല നിലക്കും സെറ്റ് ചെയ്യാൻ പറ്റും. വിശദീകരിച്ച് പറയാം. മറ്റൊന്ന് റൂട്ടീൻ അല്ലെങ്കിൽ റിപ്പീറ്റ് എന്ന് പറയും. റിമംബറൻസ് അവർക്ക് കിട്ടിയാൽ അത് തുടർച്ചയായി ചെയ്യുക, ഇത്ര ദിവസമൊക്കെ എന്ന കണക്കുകൾ പറയാറുണ്ട്. സയൻറ്റിഫിക്കലി അതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള അക്കാഡമിക് ചർച്ചകളുണ്ട്. ഏതായാലും ഒരു 21 days ഒക്കെ ചെയ്താൽ അത് ശീലമാകും എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ റൂട്ടീൻ, ഒരു റിമൈൻഡർ കിട്ടുന്നു, കുട്ടി അത് റൂട്ടീനായി റിപ്പീറ്റായി ആ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു പോകുന്ന കുട്ടിക്ക് റിവാർഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കാഫ് അക്കാഡമി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളൊരു ഇക്വേഷനൊന്നുമല്ല, മറിച്ച് ഇത് കുട്ടികളിൽ സ്വഭാവങ്ങൾ രൂപീകരിക്കാൻ ഹാബിറ്റ് ഫോർമേഷന് വേണ്ടി ഇവിടെ പ്രൂവൺ ആയിട്ടുള്ള തിയറികളിൽപ്പെട്ട ഒന്നാണ്. അതിനെ നമ്മൾ എന്താക്കുന്നു, ആ സൈക്കോളജിക്കൽ തിയറിയെ കുട്ടിയിൽ നിസ്കാരം ശീലമാക്കാൻ വേണ്ടി എടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുക. ഒന്ന് റിമൈൻഡർ എന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത് നിസ്കരിക്കുക എന്ന വേർബൽ മാത്രമല്ല വേണ്ടത്, മറിച്ച് നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. കുട്ടി ഒരു ഈഗോസെൻട്രിക് ആയ കുട്ടിയോട് നിസ്കരിക്കാൻ പറയുമ്പോൾ അവന് കിട്ടാനുള്ള കാര്യങ്ങൾ തടഞ്ഞു വെക്കുമെന്നല്ല, കൂടുതൽ അവൻ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവരെ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ റിമെമ്പർ ചെയ്യാൻ പല ഇത് ഉപയോഗിക്കാം. ബാങ്ക് ഒരു റിമെമ്പറൻസ് ആണ് ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം.
ഈ പ്രോഗ്രാമിൽ സ്പെസിഫിക്കായി കാഫ് അക്കാഡമിയുടെ ഈ ഹാബിറ്റ് ഫോർമേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാർട്ട്, സ്വലാ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചാർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഈ ചാർട്ട് വെച്ചാണ് നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാർട്ട് ഇറ്റ്സെൽഫ് ഈസ് എ റിമെമ്പറൻസ്. ഈ ചാർട്ട് തന്നെ ഒരു റിമെമ്പറൻസ് ആണ്. അതെങ്ങനെ? ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ചാർട്ട് ഒരു മാസം നമുക്ക് ഫോളോ ചെയ്യാനുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ എന്താക്കണം, കുട്ടി എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്താക്കണം, പ്ലേസ് ചെയ്യണം. ഇത് സാധാരണ ഒരു A4 ഷീറ്റിൽ എടുത്തിട്ടുള്ളതാണ്. ഈ പിന്നെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന പ്രിൻ്റ് എടുക്കേണ്ട ഫോർമാറ്റിലും അതിൽ കൊടുത്തിട്ടുണ്ടാകും. സാധാരണ A4 ഷീറ്റിൽ എടുക്കാം. കുറച്ചുകൂടെ കളറാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത് നല്ല ഭംഗിയായി ഒരു പിന്നെ ഒരു കാർഡ്ബോർഡിലൊക്കെ സ്റ്റിക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതായാലും നമ്മളിത് റിമെമ്പറൻസിന് പ്ലേസ് ചെയ്യണം. എവിടെ പ്ലേസ് ചെയ്യണം? ഒന്നുകിൽ അവരുടെ ഡ്രസ്സിങ് റൂമിൽ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എപ്പോഴും കുട്ടികൾ തുറന്നു നോക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും, അത് അവിടെ പ്ലേസ് ചെയ്യണം. അങ്ങനെ എപ്പോഴും അവർ കണ്ടാൽ അവർക്ക് റിമെമ്പറൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളിത് പ്ലേസ് ചെയ്യണം. ഇത് എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത്? കുട്ടി റൂട്ടീനായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ പിന്നെ നിസ്കരിച്ച് തുടങ്ങുന്ന 5 വയസ്സുള്ള കുട്ടിയോട് അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിയോട് 5 വക്ത് നിസ്കരിക്കണമെന്ന് പറയാനേ പാടില്ല. ഇതൊരു മൊത്തം ഒരു 5 to 10 ഏജ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് നമ്മൾ ഒരു വക്ത് മാത്രമായിരിക്കും നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ ടാർഗറ്റ് നിശ്ചയിച്ച് കൊടുക്കണം എപ്പോഴും. അപ്പോൾ മഗ്രിബും ഇശാവും മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് പറയാം, അല്ല ളുഹർ അസ്വർ മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് പറയും. ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ ഒരു എക്കോസിസ്റ്റം അനുസരിച്ച് അത് നമ്മൾ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു 8-9 വയസ്സൊക്കെ ആയ കുട്ടി എല്ലാ വക്തും നിസ്കരിക്കുകയും വേണം. അത് നമ്മൾ ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തന്നെ ഒരു റിമെമ്പറൻസ് ആയിരിക്കും. കുട്ടി അത് ചെയ്താൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പല കാരണങ്ങളും നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകളുണ്ട്, നമ്മളത് വിശദീകരിക്കുന്നില്ല. ഇത് കുട്ടി എന്താക്കണം, നിസ്കരിച്ച് കഴിഞ്ഞാൽ കുട്ടി അടയാളപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു കുട്ടി ഇങ്ങനെ സുജൂദ് ചെയ്ത് നിൽക്കുന്ന ഒരു പിക്ചറാണുള്ളത്. ഇതും അവർക്കൊരു പിക്ചറൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നതിന് പകരം കളർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ചെറിയൊരു കളർ, ഏതെങ്കിലും ഒരു ചെറിയ കളർ പെൻസിൽ എടുത്തൊരു ചെറിയ ഷെയ്ഡ് കൊടുത്ത് അവർ നിസ്കരിച്ച ഭാഗം അവിടെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, റിമെമ്പറൻസ് അവർക്ക് കിട്ടുന്നു. ആ റിമെമ്പറൻസിൽ എന്തുകൂടെ വേണം, ഇതിങ്ങനെ കാണുമ്പോൾ എന്താ അവർക്ക് ഓർമ്മ വരേണ്ടതെന്ന് അറിയോ? ഇത് റിപ്പീറ്റായി ചെയ്താൽ കിട്ടുന്ന റിവാർഡാണ് അവരുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഇതിങ്ങനെ റിപ്പീറ്റായി ചെയ്താൽ അവർക്ക് കിട്ടുന്ന റിവാർഡാണ് അവർക്ക് ഓർമ്മ വരേണ്ടത്. അപ്പോഴാണ് ഇതൊരു ഹാബിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ എന്ത് വേണം, നമ്മൾ ചെറിയ ചെറിയ പിന്നെ റിവാർഡുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കണം. അഥവാ പിന്നെ ഈ ഒരു ദിവസം നമ്മൾ വെക്കുന്ന ചെറിയ ടാർഗറ്റ് 3 നേരം നിസ്കരിച്ചാൽ, ഒരു ഉദാഹരണം പറയാട്ടോ, ഒരു മണിപ്പോട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുക. കുറ്റി എന്നൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയാം. പണം എടുത്ത് വെക്കുന്ന ചെറിയൊരു കുറ്റി. എന്നിട്ട് ആ മണിപ്പോട്ടിൽ നമ്മൾ പറയുന്നു ഒരു ദിവസം ഈ 3 കളർ വന്നാൽ 5 രൂപ ഇടാൻ തരും എന്ന് പറയാം. 5 രൂപ നമുക്ക് വളരെ ചെറിയ സാധനമാണ്, പക്ഷെ കുട്ടികൾക്കത് ഇറ്റ് മാറ്റേഴ്സ്. ആ 5 രൂപ എന്ന് പറയുന്നത് കളർ ചെയ്താലാണല്ലോ ഓരോ ദിവസം 5 രൂപ കിട്ടുക എന്നവർക്ക് തോന്നുമ്പോൾ അതെന്താക്കും, ഈ റിമെമ്പറൻസിന് വാല്യൂ കൂടും. അപ്പോൾ ആ റിമെമ്പറൻസ് അവരുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ, ആ കളർ ചെയ്തിട്ടില്ല, കളർ ചെയ്താലാണ് നമുക്കിത് കിട്ടുക, ആ റിവാർഡ് കിട്ടുക എന്ന് അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവരെന്താകും, റുട്ടീനായി ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ഗോളുകൾ വെക്കണം. നമ്മളൊരു ദിവസം ഇത്ര കളർ വന്നാൽ ഇന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ബിലീവ് മീ, അതൊരു വലിയ ബാധ്യതയായി നമ്മൾ കരുതരുത്. ഇത് വർക്ക് ചെയ്യുമെന്നത് നമുക്ക് പരിചയമുള്ളിടത്ത് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ചില മെത്തേഡുകൾ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്താക്കുക, പരിശ്രമിക്കുക. പിന്നെ ഫ്രം അവർ സൈഡ് കാഫ് അക്കാഡമി ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്കിവിടെ കാണാം 5 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ് ഒക്കെ നമ്മൾ ഓരോ ദിവസം ഈ വീഡിയോ കാണുകയും ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ദിവസം വ്യത്യാസം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഡേറ്റ് കൊടുക്കാത്തത്. നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത് ആ ഡേറ്റ് വെച്ച് തുടങ്ങാം. കാഫ് അക്കാഡമി ഫ്രം അവർ സൈഡ് എല്ലാ 5 ദിവസവും കൂടുമ്പോഴും നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ കുട്ടിയുടെ ഈ ഒരു ഈ സൈഡ് ഈ ഭാഗം നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുക, ഓരോ ദിവസത്തിൻ്റെയും ഫോട്ടോ എടുത്ത് അയക്കുക. അങ്ങനെ നമ്മൾ ഗൂഗിൾ ഫോം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവിൽ വരും, അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഒരു സൂം കോളിലോ അല്ലാതെയോ അല്ലൊക്കെ ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കുട്ടികളെ ഓഫ് കോഴ്സ് വി വിൽ ബി അപ്രിഷിയേറ്റിംഗ് ദം. നമ്മൾ ചില പോസ്റ്ററുകൾ ഔട്ട് ചെയ്യും,
നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടർഫുൾ പോസ്റ്ററുകൾ ഉണ്ടാകും. പ്രോഗ്രാമിലൂടെ ലൈവായി കുട്ടികളായിട്ട് സംവദിക്കാനൊക്കെ ആയിട്ടുള്ള ചില പരിപാടികൾ നമുക്കുണ്ട്. ഏതായാലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലെ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ചാൻസ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പരമ്പരാഗതമായ നമ്മുടെ വാക്കുകൾക്കപ്പുറത്ത് കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചൈൽഡ് സൈക്കോളജികളൊക്കെ വെച്ച് നമുക്കിതിനൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ജേണിയിൽ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. കുട്ടികൾ ഈ ഒരു നല്ല ശ്രമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം വിജയിക്കട്ടെ എന്ന് കാഫ് അക്കാഡമിയും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പോഴും ഈ റിസൾട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളും അവരുടെ പേരുകളും വായിക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഞങ്ങളെ കൂടെ ഉണ്ടാകണം. അപ്പോൾ സൈനിങ് ഓഫ്. ഇതുപോലെയുള്ള പരിപാടികളുമായി വീണ്ടും ഞങ്ങൾ ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.